കിലുകിലുങ്ങണൊരലക്കത്തിട്ട് മിനുക്ക സവന് തട്ടമിട്ട് മുന്തിരി ചുണ്ടിൽ പുഞ്ചിരിയിട്ട് വാടി മെഹറുബാ ഒന്ന് വാടി മെഹറുബാ. മെഹറുബാ മെഹറുബാ ഹേ പുതുക്ക പെണ്ണേ മെഹറുബാ. മെഹറുബാ മെഹറുബാ പുതുക്ക പെണ്ണേ മെഹറുബാ. പത്തുകൊട്ട പൊന്ന് നിന്റെ മഹർ മെഹറുബാ. നിന്റെ പകിട്ടിൽ കണ്ണു വെക്കണ പുതുമണവാളൻ മെഹറുബാ മെഹറുബാ. കള്ളിപ്പെണ്ണേ മെഹറുബാ. കഞ്ചകപ്പൂൻ ചെണ്ടിനൊത്തൊരു മുത്തേ മെഹറുബാ. നാളെ ഇരസപ്പൂങ്കാവനത്തില് മധുവിധുവല്ലേ. പൊന്നു നിന്റെ മെഹർ മെഹറുബാ. നിന്റെ പകിട്ടിൽ കണ്ണു വെക്കണ പുതുമണവാളൻ പെണ്ണേ മെഹറുബാ. പത്തുകൊട്ട പൊന്ന് നിന്റെ മഹർ മെഹറുബാ. നിന്റെ പകിട്ടിൽ കണ്ണു വെക്കണ പുതുമണവാളൻ ദും 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 തനനന 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 ദും ദും ദും. പച്ചക്കരിമ്പ് മധുര പച്ചക്കരിമ്പ് പ്രേമചിത്തിര കൊത്തിയ മുത്ത് ചക്കരത്തൊണ്ട ചുന്ദരി പെണ്ണ് പഞ്ചാര കുന്നിലെ പച്ചക്കരിമ്പ്. നീ പച്ചക്കരിമ്പ് മധുര പച്ചക്കരിമ്പ്. ഇന്ന് പുഞ്ചിരി തഞ്ചട പുഞ്ഞാണ കുട്ടിക്ക് കല്യാണ രാവാണ്. നാളെ സത്തായ മരനും ഒത്തുരസിക്കണൊരുല്ലാസ നാളാണ്. ഓ ചെണ്ടിനൊത്തൊരു മുത്തേ മെഹറുബാ. നാളെ ഇരസപ്പൂങ്കാവനത്തിൽ മധുവിധുവല്ലേ. മെഹറുബാ മെഹറുബാ പുതുക്ക പെണ്ണേ മെഹറുബാ. പത്തുകൊട്ട പൊന്നു നിന്റെ മഹർ മെഹറുബാ. നിന്റെ പകിട്ടിൽ കണ്ണു വെക്കണ പുതുമണവാളൻ. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ടോപ്പ് സിംഗറിന്റെ ഓരോ എപ്പിസോഡിനും വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം
നമ്മളിങ്ങനെ ഫൈനൽ ഘട്ടത്തിലേക്ക്, നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ തവണ ആൾക്കാർ പെർഫോം ചെയ്യുമ്പോഴും അത്രയധികം അവർ പ്രാക്ടീസ് ചെയ്ത് അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ പെർഫോമൻസും വരുന്നത് അല്ലേ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പ്രേക്ഷകർ ഇനി ചെയ്യേണ്ടത് അവരെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് ആണ് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഒരുക്കിയിരിക്കുന്നത്. ഓരോ കണ്ടസ്റ്റൻസും പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിന്റെ താഴെ ഒരു QR കോഡ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിന്റെ തന്നെ ഒരു ആപ്പ് ആയിട്ടുള്ള മില്യൺ മലയാളി ക്ലബ്ബ് പ്രേക്ഷകർ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ വരും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ദേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരെ നമുക്ക് വെൽക്കം ചെയ്യാനുണ്ട്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. നമുക്ക് തുടങ്ങാം. MJ അങ്കിൾ, മഴപ്പാട്ട് കേട്ടാലോ? ഓക്കെ, മഴപ്പാട്ട് പാടാനായിട്ട് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്വന്തം ഒരു കുഞ്ഞി കിളി എത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുഞ്ഞാറ്റ കിളി ഓൺ സ്റ്റേജ്. പക്ഷെ ഈ മഴപ്പാട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ക്ലൂ കിട്ടിയാലേ മ്യൂസിക് ഡയറക്ടറിന് മനസ്സിലാവും. അത്തരത്തിലുള്ള ഒരു പാട്ടാണ് ഇത്. സ്ലോ മോഷനിലാണല്ലോ. അതെ. ഹായ് കുഞ്ഞാറ്റേ, സുഖാണോ? സുഖല്ല? എന്താ എനിക്കൊന്നും സുഖമില്ലാത്ത കുഞ്ഞാറ്റയ്ക്ക്? തൊണ്ട പ്രശ്നമാണ്. തൊണ്ട പ്രശ്നമാണോ? ഇൻഫെക്ഷൻ അടിച്ചോ? ഇൻഫെക്ഷൻ ആണോ? ഓ, മരുന്ന് കഴിക്കണ്ടോ? ഡോക്ടറെ കാണിച്ചോ? അപ്പൊ ആന്റിബയോട്ടിക്സ് കഴിച്ചോ? കഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അതാണ് മിസ്റ്റർ കുമാർ ഇന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതെ, എല്ലാവർക്കും മിസ്റ്റർ കുമാർ ഉണ്ട്. പക്ഷേ ഇത് കോമ്പറ്റീഷൻ ഇങ്ങനെ പോകുന്നോണ്ട് ഇവർക്ക് പാടിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാരെയും ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കുമാർ. അപ്പൊ തൊണ്ടയ്ക്ക് കയറി പിടിച്ചോ കുമാർ? ശരിക്കും പിടിച്ചു. ശരിക്കും അങ്ങോട്ട് പിടിച്ച്. അപ്പൊ പ്രാക്ടീസ് ചെയ്തോ? ചെറുതായിട്ട്. ഏത് പാട്ടാണ്? ഏതോ രാത്രി മഴ പോലെ. ആണാ, അതാണ് ആ പാട്ടാണ്. നമുക്കറിയാത്തൊരു അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാ കുഞ്ഞാറ്റക്കിളി? ഒരു ക്ലൂ പറയണം. ക്ലൂ പറയുമ്പോ അതായത് എങ്ങനെയാ കാണാൻ, എങ്ങനെയാന്ന് പറയാം, സ്വഭാവം എങ്ങനെയാന്ന് പറയാം. ക്ലൂ പറയുമ്പോ ആർക്കും ഒന്നും മനസ്സിലാവരുത്. എന്നെ അറിയാം. എന്നെ അറിയാം. കുഞ്ഞാറ്റനെ അറിയാം. ഓക്കെ, ക്ലൂ നമ്പർ 1. പിന്നെ ഇങ്ങനെ തമാശകളൊക്കെ പറയാറുണ്ട്. തമാശക്കാരനാണ്. തമാശകളോ? ചളികൾ. പിന്നെ എല്ലാവർക്കും ഇഷ്ടാണ്. അത് ശരിയാ. കാണാൻ എങ്ങനെയാ ആള്? കാണാനായിട്ട് ലുക്കാണ്. മീനുട്ടി ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്തൊക്കെയായാലും അത് ശരിയാ. മനസ്സിലായോ ആർക്കെങ്കിലും? ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പൊ എന്ത് വേണം പറയാ? എനിക്ക് മനസ്സിലായില്ല. എപ്പോഴത്തെയും പോലെ എനിക്ക് പ്രാവശ്യം തീരെ മനസ്സിലായില്ല. മനസ്സിലായോ? എനിക്കും പിടി കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷേ മീനുട്ടിക്കുമായിട്ട് എന്തോ ബന്ധല്ലേ? അതുണ്ടെന്ന് തോന്നുന്നു. മനസ്സിലായിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടല്ലോ. അതെ, അത് മീനുട്ടി ചേച്ചി ഇടക്കിടക്ക് ഫ്ലോറിൽ പറയാറുമുണ്ട്. എന്താണ്? എന്ത്? ഞാനുമായിട്ടൊരു ബന്ധം? യു മീൻ ഡാഡി? എന്റെ ഡാഡി ഇത് അറിഞ്ഞാലുണ്ടല്ലോ. ഡാഡി. ഓ, എന്റെ ഡാഡി കൂളിന്റെ പാട്ടാണോ ഇത്? ആണോ? MJ പാട്ടാണ്. ഭയങ്കര ടഫായിരുന്നല്ലേ ക്ലൂ? അയ്യോ, അതെ, മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ക്ലൂവില് തന്നെ എനിക്ക് ഒന്നും കിട്ടുന്നേ ഇല്ല. അതെ. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞോടാ. ഫിലിം ബസ് കണ്ടക്ടർ, വർഷം 2005, മ്യൂസിക് ഡയറക്ടർ MJ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് യേശുദാസ് സാർ. ഇതിന് താളം അറിയാലോ ഇല്ലേ? ആ താളത്തില് എങ്ങനെയാണ് താളം ഇടുക? തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക അല്ലേ? അതിലൊരു ചലഞ്ച് തരട്ടെ. കുഞ്ഞാറ്റയ്ക്കുണ്ട്, ക്യാപ്റ്റനും ഉണ്ട്. ഓക്കെ, റെഡിയാ? തക്ക തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്ക തത്ത തക്ക തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്ക തത്ത. ഇത് താളമിട്ട് പാടണം. 1 2 1 2 3 1 2 1 2 3. തക്ക തക്ക തക്കിട്ട തക്കിട്ട തത്ത തക്ക 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 തക്കിട്ട തക്കിട്ട തക്ക തക്ക തത്ത തക്ക തക്ക. 1 2 3 1 2 3 1 2 1 2 1 1 1 2 1 2. ട്രൈ ചെയ്തോ? 1 കഴിഞ്ഞാ 1 2, പിന്നെ 1 2 3, പിന്നെ തിരിച്ച് 1 2, പിന്നെ 1. അത്രേ ഉള്ളൂ. 1 1 2 1 2
1 2 3 1 2 3 1 2 1 2 1 1 1 2 1 2 1 2 3 1 2 3 1 2 1 2 1 1. ആ അപ്പൊ ഈ താളത്തിന്റെ സീക്രട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ താളത്തിലാണ് നമ്മുടെ ഈ പാട്ട് വരുന്നത് അല്ലേ? അപ്പോ ഇനിയിപ്പോ ജസ്റ്റ് പല്ലവി ഒന്ന് പാടി കേൾപ്പിച്ചേ. ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ടു തൊട്ടിനുള്ളിലുള്ള പാട്ട്, എന്നും ചായുറക്കി പാടിത്തരും പാട്ട്, ഓരോരോർമകളിലോടിയെത്തും പാട്ട്, കണ്ണീരിൻ പാടത്തും നിലവില്ലാരാവത്തും കൽബില് കത്തണ പാട്ട്, പഴം പാട്ട്. ശബ്ദം ഒട്ടും കുഞ്ഞാറ്റെ. സ്ട്രെയിൻ ചെയ്യിപ്പിക്കണ്ട അല്ലേ? തീരെ വയ്യ അവക്ക്. കുഞ്ഞാറ്റ ഇന്ന് പാടണമെന്ന് തോന്നുന്നു. യെസ്, ക്യാപ്റ്റൻ റെസ്റ്റ് എടുക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. അതെ, റെസ്റ്റ് എടുക്ക്, നല്ലോണം റെസ്റ്റ് റെസ്റ്റ് എടുത്ത് നല്ല ശക്തിയോടെ തിരിച്ചു വരണം മോളെ. ഇന്ന് പാടാതിരിക്കുക നല്ലത്. ഓക്കെ അല്ലേ? അങ്ങനെ തോന്നിയില്ലേ? ആദ്യം വന്നപ്പോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇത്രയും വയ്യാന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതിനിടയിൽ ഈ ഗെയിമൊക്കെ കളിച്ചത്. സോറി കുഞ്ഞാറ്റെ. കുഴപ്പമില്ല സാർ, ഞാനും പാടാന്ന് പറഞ്ഞിട്ടാ കയറിയത്, ആ പക്ഷെ പറ്റണില്ല. ഇപ്പൊ ഈ സ്റ്റേജില് പാടിക്കഴിഞ്ഞാൽ സ്ട്രെയിൻ ജാസ്തിയാവും. അതെ, കുറച്ചുകൂടെ വോയിസ് പോവുക ചെയ്യാ. പിന്നെ ഇനി ഒരു 3-4 ദിവസം നല്ല റെസ്റ്റ് എടുക്കുക. അതെ. ഫിസിക്കലി നല്ല റെസ്റ്റ് എടുക്കുക, മെന്റലി നല്ല റെസ്റ്റ് എടുക്കുക. വീണ്ടും അത് ഒന്ന് ശരിയായി വരും. ജലദോഷ് കുമാറിനെ നമുക്ക് ഹൗസ് ചെയ്യാം അവിടെ നിന്ന്. അടുത്ത പ്രാവശ്യം കുഞ്ഞാറ്റയുടെ ഏതോ രാത്രി മഴ നമുക്ക് കേൾക്കാം. കേൾക്കാം നമുക്ക്. ശരിക്കുള്ള നമ്മുടെ കുഞ്ഞാറ്റയുടെ പാട്ട്. Yes. അപ്പോഴത്തേക്ക് ഈ 1 1 2 1 2 പഠിച്ചിട്ടേ. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? സംശയം ഉണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പക്ഷെ ഈ 5 ദിവസം കഴിഞ്ഞിട്ട് മതി ഇത്. ഓക്കെ, ഓക്കെ, യെസ്, മിടുക്കിയായിട്ട് പോയി റെസ്റ്റ് എടുക്കാം. അപ്പൊ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ഓക്കെ, വേഗം മാറും കേട്ടോ. പെട്ടെന്ന് മാറട്ടെ. വാം വാട്ടർ കുടിച്ചുകൊണ്ടിരിക്കട്ടെ മോളെ. ടാറ്റ കുഞ്ഞാറ്റക്കിളി, വേഗം മാറുവേ. ആര്യ ചേച്ചി, ഓ മീനുട്ടാ. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പുറത്ത് നല്ല മഴയാണ്. അതെ, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അകത്ത് ഒരു മഴ പെയ്ക്കാനായിട്ട്, ആ. വെറും മഴയൊന്നുമല്ല, ഒരു 1.5 മഴ പെയ്ക്കാനായിട്ട് ഒരാളെത്താൻ പോവാണ്. വിളിക്കാം. മഴപ്പാട്ട് റൗണ്ടിൽ പാടാനായിട്ട് മൈഥിലി കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം മൈഥിലി ഓൺ സ്റ്റേജ്. ഹലോ മൈദു. ഇതെന്താ കൊണ്ടുവന്നിരിക്കുന്നു മൈഥിലി കുട്ടി? എന്തത്? ഇത് മിഠായി. എന്താ സ്പെഷ്യൽ? എന്തിനാന്ന് വെച്ചാല് എന്റെ അനിയത്തി മാധു ഇല്ലേ, അവളുടെ ബർത്ത്ഡേ ആഹാ. ബർത്ത്ഡേ. മധു, belated ഒരു വയസ്സ്. happy birthday. ഒരു വയസ്സ്. ഒരു ഒരു വയസ്സ്. വയസ്സായല്ലേ? നമ്മള് 2ാം മാസമാണ് കുഞ്ഞിതിനെ കാണുന്നത്. ഒരു വയസ്സായി. ഭയങ്കര സ്പെഷ്യൽ ആട്ടോ. ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പൊ ചിരിക്കാൻ തുടങ്ങി. 20-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ. അന്ന് തരാൻ പറ്റിയില്ല, അന്ന് എനിക്ക് ഷൂട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ തരാൻ ഇപ്പൊ പറ്റും. തരുന്നു. ഓക്കെ, ഓക്കെ. നല്ല മിടിക്കായിട്ട് ചുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുകയാണല്ലോ. ഹലോ 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 ഹലോ. ചക്കരക്കിളി ചക്കിയമ്പിളി നിന്റെ ചുണ്ടില് പുഞ്ചിരിപ്പാല് മുത്തുമുന്തിരി കൊച്ചു സുന്ദരി നിന്റെ കണ്ണില് താമരച്ചേല്. മൈദു, ഇവിടെ ഒരു റൂൾ ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങോട്ട് മുട്ടായി കൊണ്ടുവരികയാണെങ്കിൽ അങ്ങോട്ട് മുട്ടായി കിട്ടൂല. പക്ഷെ ആ റൂളൊക്കെ പല കുട്ടികളും തെറ്റിച്ച റൂളുണ്ട്. ഇങ്ങോട്ടും അതെ 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 അതെ. അതുകൊണ്ട് നമ്മള് തെറ്റിക്കണം. ഒരു പാട്ടിന് മുമ്പ് ഇങ്ങനെയല്ല പറഞ്ഞത്, നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു. പല കുട്ടികളും ഓരോ പാട്ടിന് റൂൾ മാറും. ആയിക്കോട്ടെ. ആ റൂൾ അങ്ങ് തെറ്റിച്ചു കൊടുക്കാം. അതാണ്, അത് ബ്രേക്ക് ചെയ്യണം. അതാണ് പറയാൻ വന്ന. ആ റൂള് ബ്രേക്ക് ചെയ്യണം. ഇന്നിവിടെ മുട്ടായി മഴ പെയ്തേ പറ്റൂ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഏത് പാട്ടിന്? മാധുവിന് വേണ്ടി പാടണം. ആ. ഓക്കെ, മാധുവിന് നമ്മുടെ കുഞ്ഞനീത്തിക്ക് വേണ്ടി പാടണം. ഓക്കെ, അപ്പൊ ഏതാണ് പാട്ട്? മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി. അപ്പൊ മഴത്തുള്ളികൾ പൊഴിയും. യെസ്, വെട്ടം അല്ലേ മൂവി? ആ. യെസ്, ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. വർഷം 2004. ഉം. സംഗീതം ബേണി ഇഗ്നീഷ്യസ്, എഴുതിയത് BR പ്രസാദ് സാറ്, പാടിയത് MG ശ്രീകുമാർ സാർ. ഈ സമയത്ത് BR പ്രസാദേട്ടനെ ഓർക്കുകയാണ്. ഒരു വലിയൊരു കലാകാരനായിരുന്നു അദ്ദേഹം. ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ വളരെ മാജിക്കലായിരുന്നു. അദ്ദേഹം ചില കവിതകൾ എഴുതിയിട്ടുള്ളതും ഒക്കെ ഓർക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
ഒരു ഓർമ്മയ്ക്ക് മുമ്പിൽ ഭയങ്കര നമസ്കാരം, അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് ആക്കാം നമുക്ക് ഈ പാട്ട് ആക്ച്വലി. കേട്ടോ, അപ്പോൾ നന്നാവട്ടെ. ബ്യൂട്ടിഫുൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മൈഥിലി കുട്ടി. താങ്ക് യു. All the best. താങ്ക് യു. സൂപ്പർ സൂപ്പർ. മൈഥിലിക്കുട്ടി, ഇപ്പൊ പുറത്ത് എന്തായാലും മഴ. അപ്പൊ ഞാൻ മൈഥിലിക്കുട്ടി വരുന്നതിന് മുന്നേ പറഞ്ഞു മൈഥിലിക്കുട്ടീന്റെ അകത്ത് മഴ പെയ്പ്പിക്കുന്നു. അങ്ങനെ പറ്റിയോ? അറിയില്ല. അല്ല, സ്വന്തമായിട്ട് തോന്നിയോ മഴ പെയ്ത പോലെ? ആ, കുഴപ്പമില്ലായിരുന്നു. പാടാൻ പറ്റി. എം ജെ അങ്കിൾ, അകത്ത് മഴ പെയ്തോ? ഇതിലെ ചില ഫ്രേസസ് ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മളെങ്ങനെ ഏതോ ഒരു മഴക്കാലത്തിന്റെ ഒരു ഓർമ്മകൾ. നാ, 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 നാ. നാ, 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 നാ. ആ
രസമുണ്ടത്. ബേണി ചേട്ടനും ഇഗ്നീഷ്യസ് ചേട്ടനും കൂടെ ചേർന്ന് ചെയ്തിരിക്കുന്നത് അവരുടെ പാട്ടുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ MGനെ പറ്റി പറയണ്ടല്ലോ, പാടിയതായിരിക്കും. ഈ പാട്ട് അങ്ങനെയാണ് പാടിയിരിക്കുന്നത്. നല്ല രസമാണ്, നല്ല വൈബാണ്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി. നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. കാറ്റാലെ ഈറൻ മുടി ചേരുന്നിതിൻ മേലാകവേ. എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ വൈബ് കൂട്ടാനുള്ള എന്തൊക്കെ മാർഗം എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ കുറച്ചും കൂടെ റിതമിക്കായിട്ട് പാടിയാൽ നന്നായിരിക്കും. ആ. തരത്തിരിരി തിരിത്തിരിരി ടാ ടാ തരി ഡിഡിട്ടാഡിടി ഡിഡിട്ടാഡിടി ജും ത ജും ത ജും ത. അതില്ലേ ആ ഒരു ഫീലുണ്ട്. ഞാൻ ഇപ്പോൾ പാടിയ ഒരു ഫീലുണ്ട്. ഞാൻ പാടിയത് കറക്റ്റ് ട്യൂണൊന്നുമല്ല, ഈ പാട്ട് ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതിന്റെ ഫീൽ അങ്ങനെ വരണം. അപ്പോൾ മഴത്തുള്ളികൾ പൊഴിഞ്ഞീട് അത് അതിന്റെ അങ്ങനെ വേണം. അങ്ങനെ ഫ്രേസിങ് വന്നാലാണ് അത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഋതം എന്നിട്ടുള്ളൂ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി. നനഞ്ഞോടിയൻ നീനി ആ നോട്ട് 1 2 3 4. നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. കാറ്റാലെ ഇങ്ങനെ തോന്നണം. ഈറൻ മുടി ചേരുന്നിതിൻ മേലാകവേ. നീളുന്നൊരേ പാതയിൽ. ആ നീളുന്നവരില്ലേ, ആ. ഉഗ്രനായിരുന്നു. താങ്ക് യു. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. താങ്ക് യു. ആദ്യം പാടിയതോ അവസാനം പാടിയതോ ആ നീളുന്നൊരു ഇങ്ങനെ ലൂപ്പായിട്ട് പാടിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? നീളുന്നൊരേ 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 മതി മതി മതി. താങ്ക് യു. ഈറൻ മുടി ചേരുന്നിതിൻ മേലാകവേ. നീളുന്നൊരേ മൺപാതയിൽ തോളോട് തോൾ പോയില്ലയോ. അതെന്താ വെച്ചാ അങ്ങനെ പാടാൻ പറഞ്ഞത് കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാനല്ല, പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് കുഞ്ഞിന് ടാലന്റ് കാണാനാണ്. ഒരു ഫ്രേസ് പോലെ എവിടെയെങ്കിലും slip ആവും. ഓരോ റിപ്പീറ്റിലും ക്രിസ്പ് ആയിരുന്നു. താങ്ക് യു. ഇതിനൊക്കെയാണ് എണിച്ചു നിന്ന് കൈയടിക്കേണ്ടത്. യു ഡിസേർവ് എ സ്റ്റാൻഡിങ് ഓവേഷൻ ഫോർ ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. സോറിയേ ഇത്രയും പ്രാവശ്യം പാടിപ്പിച്ചത്. അത് കുഴപ്പമില്ല. വേറൊരു സജഷൻ എന്ന് പറയുന്നത് അനുപല്ലവി തുടങ്ങുന്നില്ലേ, അവിടെ വേണം എന്ന് വെച്ചൊരു മെലോഡി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടെ മെലോഡീസ് ആയിട്ട് പാടിയത്. ഇടറാതെ ഞാനാ കയ്യിൽ കൈ ചേർക്കവേ. മയിൽ പീലി പാളും പോലെ നോക്കുന്നുവോ. ഒരു സാന്ത്വനം കൊടുക്കണം അവിടെ. ഞാൻ എന്റെ കൈ പിടിക്കുകയാണ്, ബി കോൺഫിഡന്റ്. ഈ ഒരു സമയത്ത്, ഒരു സങ്കടത്തിന്റെ സമയത്ത് എന്റെ ഒരു കൈ ഞാൻ പിടിക്കുമ്പോഴത്തേക്കും അത് തരുന്ന സാന്ത്വനം അറിയുക എന്ന് പറയാണ്. അപ്പൊ മീനൂട്ടിയുടെ കൈ ഒന്ന് പിടിച്ചേ, ഇനി ഒന്ന് പാടിക്കൊടുത്തേ. ഇടറാതെ ഞാനാ കയ്യിൽ കൈ ചേർക്കവേ. മയിൽ പീലി പാളും പോലെ 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 കുറച്ചും കൂടെ മയിൽ പീലി. മയിൽ പീലി പാളും പോലെ നോക്കുന്നുവോ. ഇനി അടുത്ത ചരണം കുറച്ച് കണ്ണീരുമായി എന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് സങ്കടമുണ്ട്, പക്ഷെ എന്നാലും അവിടെ സാന്ത്വനമുണ്ട്. അത് പഠിക്കേ. കുടത്തുമ്പിലൂറും ചിരി വരണത്. കരയാൻ പറഞ്ഞപ്പോ ചിരിക്കുന്നു. കുടത്തുമ്പിലൂറും നീർപോൽ കണ്ണീരുമായി വിട ചൊല്ലി മോകം നീയും മാഞ്ഞിടവേ. അങ്ങനെ ചില ഇമോഷണൽ എക്സ്പ്രഷൻസ് നമ്മൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിപ്പോ ഇങ്ങനെയൊക്കെ ചില ഭാവങ്ങൾ നമുക്ക് മനസ്സിൽ കണ്ടാൽ മതി. നമ്മൾ ഒരാൾക്ക് സാന്ത്വനം കൊടുക്കുന്നത് എങ്ങനെയാണ്, പോട്ടെ സാരില്ല നമ്മൾ ഒരാളത്ത് പറയൂലേ, അപ്പൊ അല്ലെങ്കിൽ ഒരു പാറ്റ് ഓൺ ദ ബാക്ക് കൊടുക്കൂലേ, സാരില്ല എന്ന് പറയാം. ആ ഒരു സാധനം വരണം. അത് വരുമ്പോഴാണ് അത് ശരിക്കും കൺവേ ചെയ്യപ്പെടുന്നത് കേട്ടോ. ഇപ്പോഴും ഞാൻ ആ നീളുന്നൊരിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ.
അവിടെ നിന്ന് വിടുതലായി കിട്ടുന്നില്ല. കാരണം അത്രയും എന്ത് നേരത്തെ ചേട്ടൻ പറഞ്ഞ ആ വാക്കാണ് ക്രിസ്പ് എന്നാണ്. ക്രിസ്പി ആയിട്ട് ഒരുപാട് ലൈൻസ് പാടിയിട്ടുണ്ട്. വിട ചൊല്ലി മൂകം നീയും മാഞ്ഞീടവേ എന്നുള്ളത്, ആ മാഞ്ഞീടവേ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു കേട്ടോ. അതിന്റെ എക്സ്പ്രഷൻ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. എന്നിരുന്നാലും ഈ പാട്ടിന്റെ ഒരു വൈബ് ഉണ്ടല്ലോ, ആ വൈബ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഞാനെടുത്ത് ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല എന്തൊരു ഇംപ്രൂവ്മെന്റ് ആണ്, വിശ്വസിക്കാൻ പറ്റില്ല, അൺബിലീവബിൾ ആണ്. അത്രയ്ക്ക് ഇമ്പ്രൂവ് ചെയ്തു. താങ്ക് യു. അപ്പൊ ഇനി മുതല് നമ്മുടെ പ്രോഗ്രഷൻ വളരെ പെട്ടെന്നാകണം, ഒരു സ്ലോപ്പ് ആകണം പ്രോഗ്രഷൻ. അപ്പോ ഒരു ഫിനാലിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും മൈഥു ആരായിരിക്കും റെഡി ആയിരിക്കും. അപ്പൊ അങ്ങനെ മനസ്സിനെ സെറ്റ് ആക്കിക്കോ. ഗെറ്റ് റെഡി. ഓക്കെ. മൈഥിലിക്കുട്ടി എന്തോ വളരെ മനോഹരമായി പാടി. താങ്ക് യു. ഒറ്റ കാര്യമുള്ളൂ, വളരെ സീരിയസ് ആയിട്ട് പാടി. അത് ആ സ്വിങ്ങോട് കൂടി ഇങ്ങനെ എൻജോയ് ചെയ്ത് പാടിയിരുന്നു വെച്ചാൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായി പാടി. അതായത് ആ നീളുന്നൊരി ഒക്കെ ഉണ്ടല്ലോ, അതിലത്തെ ആ ക്രിസ്പായിട്ടുള്ള ചെറിയ ചെറിയ സംഗതികള് മോൾക്ക് തൊണ്ടയിൽ വളരെ സുഗമമായിട്ട് വരുന്നുണ്ട്. അത് അനുപല്ലവിലും ചരണയത്തിലും ഒക്കെ ഉണ്ട് അതേമാതിരി സാധനങ്ങള്. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പാടുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ആ സ്വിങ് ആണ്. അത് നല്ലൊരു ഗ്രൂവ് ഉണ്ടായിരുന്നു ഈ പാട്ടിന്. ആ റിതം നല്ല രസമായിട്ട് ഇങ്ങനെ പോയിണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മേലെ കയറി ഇങ്ങനെ യാത്ര ചെയ്താൽ നല്ല സുഖമായിരുന്നു കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഏത് പാട്ടായാലും ആ പാട്ടിന്റെ ഋതത്തോട് കൂടിയിട്ട് ഇങ്ങനെ സ്വിങ് ചെയ്ത് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. മൈഥിലിക്കുട്ടി എന്തോ എന്തൊരു ഇംപ്രൂവ്മെന്റ് ആണെന്നറിയോ പാട്ടില്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു. നല്ല നല്ല ഭംഗിയുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് പുതിയ ടെക്നിക്സ് പഠിച്ചതുപോലെ തോന്നി മൈഥിലിക്കുട്ടി. പുതിയ പുതിയ കാര്യങ്ങള് പാട്ടിൽ വരുന്നുണ്ട്. ആ ഒരു പ്രോഗ്രസ് കേൾക്കാനുണ്ട് പാട്ടില് പലപ്പോഴും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോട്ടീസ് ചെയ്തത് മെയിനായിട്ട് നീളുന്നൊരി അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ പല്ലവിയിലും അവസാനത്തെ പല്ലവിയിലും ഒക്കെ അത് പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നിയത് പാട്ടില് കുറച്ചും കൂടെ ഒന്ന് ഇൻവോൾവ് ആയിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു എന്ന് തോന്നി. ഇപ്പൊ ഇതിന്റെ ആദ്യത്തെ വരി തന്നെ എന്ന് പറഞ്ഞാൽ, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി, ഈ വഴിയിലൂടെ നനഞ്ഞോടി എന്റെ കൊടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ നിൻ ഈറൻ മുടി, നിന്റെ നനഞ്ഞ മുടി എന്റെ മേളിൽ തട്ടുന്ന ആ ഒരു ഓർമ്മയാണ്. ആ ഒരു ഓർമ്മയുടെ എലിമെന്റ് അതില് ഒരു നൊസ്റ്റാൾജിയ വരണം. അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു സ്നേഹം, ആ ഒരു പ്രേമം, ആ ഒരു ഇഷ്ടം, അതൊക്കെ വരുന്ന രീതിയിൽ വേണം ആ പാട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അത്രയും കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻ ഈ പാട്ടിന്റെ വരികളിലൂടെ ഇങ്ങനെ കൺവേ ആവുന്നുണ്ട്. അപ്പൊ അത്രയും എന്താ പറയാ, കുറച്ചുകൂടെ ഡൈനാമിക്ലി ആ ഒരു ഇമോഷൻ മൈഥിലിക്കുട്ടിക്ക് കൺവേ ആയിരുന്നു എന്ന് തോന്നി. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് തോന്നിയത്. പിന്നെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ഓക്കെ, മിടുകയാണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്ക് വരട്ടെ. 97. Correct. 97 on 100 for Maidhu today. Thank you. ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇനി നമ്മൾ മാർക്കൊക്കെ കൂട്ടി വാങ്ങണം കേട്ടോ. ഓക്കെ, 97 നമ്മൾ ഇനി ഗസ്റ്റ് ചെയ്യണം, 99, 100 ഒക്കെ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ. ടാറ്റാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആര്യ ചേച്ചി. യെസ് മീനൂട്ടാ. ഇനി ഒരു മഴപ്പാട്ടാണ് വരാൻ പോകുന്നത്. പക്ഷെ അതിലല്ല കാര്യം, ആരുടെ മഴപ്പാട്ടാണ്, ആരാണ് വരാൻ പോകുന്നത്? ഇനി ക്ലൂ വേണോ? ക്ലൂ വേണം. ക്ലൂ വേണം. ആരുടെ മഴപ്പാട്ട്? ആ നല്ല മനുഷ്യന് ഓർമ്മയില്ലേ? എനിക്ക് ഒട്ടും ഓർമ്മയില്ല. തീരെ ഓർമ്മയില്ല. എനിക്കിങ്ങനെ ചെറുതായിട്ടൊരു വേഗ ഐഡിയ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, എനിക്കും വലിയ ഓർമ്മയൊന്നുമില്ല, അതുകൊണ്ട് വരുന്ന ആളുടെ അടുത്ത് ചോദിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ശിവകാമി കുട്ടി ഓൺ സ്റ്റേജ്. തിളങ്ങിയാണല്ലോ വരവ്. മുടി വെട്ടിയോ? ഇല്ലേ? ഒരു ഡോറ, പിന്നെ ഒരു കുഞ്ഞു ഡോറ. രണ്ടുപേരാണ്, JR ശിവകാമി.
JR ശിവകാർത്തികേയൻ. ഓ ആ അനിയന്റെ പേരാണ്. ആ അപ്പൊ വീട്ടിലെന്താ അനിയനെ വിളിക്കണേ? അപ്പുവാണ്. ഇത് ആരാണെന്ന് അറിയാമോ മീനുകുട്ടിക്ക്? ഇല്ല. പാറു. പാറുവാണോ? ആ വീട്ടില് പാറും. അപ്പും പാറും രണ്ടുപേരും കൂടെ പാറി പാറി നടക്കാണ് വീട്ടില് അല്ലേ? അടിയുണ്ടോ? ചെറുതായിട്ട് വഴക്കൊക്കെ ആരാണ് അടി ഉണ്ടാക്കണേ? അനിയനാണോ? പാറു ഒന്നും പറയാറില്ല അല്ലേ? ആ കുറച്ച് ആയിരിക്കും അല്ലേ? ആയിരിക്കും. ആയിരിക്കും. പാട്ട് എഴുതാനാ മക്കളെ? ജൂണിലെ നിലാമഴയിൽ. ആരുടെ പാട്ടായത്? MJ ചന്ദ്രൻ സാർ. ഈ മനുഷ്യന്റെ ജയചന്ദ്രൻ സാർ. അല്ല ഈ പാട്ടിന്റെ ശരിക്കും ഹീറോ എന്ന് പറയുന്നത് ഗിരീഷ് ഏട്ടനാണ്. ഗിരീഷ് ഏട്ടൻ എഴുതിയിരിക്കുന്ന മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. ഇതില് ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം പറഞ്ഞ് നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ പാട്ടിലേക്ക് വരാം. ഈ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന തമ്മിച്ചേട്ടൻ്റെ വിജി തമ്പിച്ചേട്ടൻ്റെ ചേട്ടനൊരു വലിയ നമസ്കാരം. തമ്മിച്ചേട്ടനാണ് ഈ അവസരം തരുന്നത്. അപ്പോൾ തമ്മിച്ചേട്ടൻ്റെ ഈ കമ്പോസിങ് സെഷന് തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗിരീഷ് ഏട്ടൻ സാധാരണ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് വലിയ കാര്യത്തിൽ പറയും. എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ലതാണ്, നീയൊക്കെ എന്താ ചെയ്യണേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കളിയാക്കി പറയും. എടാ വിദ്യാജിയുടെ ഒരു പാട്ട് ചെയ്തു, നീയൊക്കെ എന്താടാ. വിദ്യാജിയുടെ പാട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് ചേട്ടാ പാട്ട്? ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. ഞാൻ പറഞ്ഞു കൊള്ളാലോ ചേട്ടാ, ജൂണിലെ നിലാമഴയിൽ ഉഗ്രാൻ. നീയൊക്കെ ചെയ്യണ പോലെയാണ് ആ ട്യൂൺ. അങ്ങനത്തെ ഉള്ള ട്യൂണിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ എഴുതടാ, അതിന് പ്രത്യേക പേനയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടടാ. രണ്ടു മൂന്ന് പേനയൊക്കെ ഉണ്ടാവും. അതിൽ ഒരു സ്വർണം പോലെയുള്ള പേന എടുത്ത് ഇതൊക്കെ വിദ്യാജിക്ക്, ഇതിന്റെ ഇപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു എടുത്ത് ഇതൊക്കെ നിനക്ക്. അങ്ങനെയാണ് ഗിരീഷന്റെ രീതി. അപ്പോ പറഞ്ഞു ആ പ്രോജക്റ്റ് നടന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഈ പാട്ട് എന്ത് ചെയ്തു? നമ്മള് റെക്കോർഡ് ചെയ്തില്ല, ജസ്റ്റ് കമ്പോസ് ചെയ്തോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഈ ജൂണിലെ നിലാമഴയിൽ തരാൻ പറ്റുമോ? പോടാ, അത് വിദ്യാജിക്ക് കൊടുത്താണ്, നിനക്ക് ജൂണിലെ നിലവാ പോടാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ പ്ലീസ് പ്ലീസ്, ചിലപ്പോ നമ്മുടെ ഈ സിറ്റുവേഷൻ, ഇത് റൊമാൻറ്റിക് സിറ്റുവേഷൻ അല്ലേ, അതിന് ഇത് പറ്റിയതായിരിക്കും. അപ്പോൾ തമ്പിച്ചേട്ടൻ ഇത് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, അതിന്റെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞിട്ട് പോയേ ഉള്ളൂ. അപ്പോ ഉടനെ ഗിരീഷേട്ടൻ പറഞ്ഞു ഓക്കെ നിനക്ക് തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരൊറ്റ ട്യൂണിൽ നീ എന്നെ ഇഷ്ടപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ അപ്പ തോന്നിയ പോലെ ഞാൻ പാടി ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ എന്നിങ്ങനെ പാടി. ഒരനക്കമില്ല, യാതൊരു അനക്കമില്ല. ഇതൊക്കെ എന്തോന്ന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഉടനെ പാടി ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ. ഓക്കെ പാട്ടെടുത്തോ. അങ്ങനെയാണ് ഈ പാട്ടുണ്ടാവുന്നത്. പിന്നെ അതിന് ശേഷമുള്ള കഥ എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെയും വിദ്യാജിയും ഗിരീഷേട്ടനും കൂടെ വേറൊരു സിനിമയ്ക്ക്, ലാൽ ജോസ് സാറിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒത്തുകൂടുന്നു. അപ്പൊ ഇങ്ങനെ ഈ ട്യൂൺ വിദ്യാജി പാടുന്നു. അപ്പൊ ഗിരീഷേട്ടൻ പുതിയ ലിറിക്സ് എഴുതി. ആരൊരാൾ ഈ പുലർമഴയിൽ അതിലേക്ക് വന്നു. അപ്പൊ ഈ ജൂണിലെ നിലാമഴയുടെ ട്യൂണാണ് പിന്നെ അതിന് എടുക്കുന്നത്. അതിന് ഗിരീഷേട്ടന് അവിടെ ആരൊരാൾ ഈ പുലർമഴയിൽ എഴുതുകയുണ്ടായി. അപ്പൊ ഇത്രയ്ക്കൊക്കെ രസമുള്ള കുറെ അനുഭവങ്ങളുള്ള കഥകളുള്ള ഒരു പാട്ടാണ് ഇത്. പലരും വിചാരിച്ചിരിക്കുന്നത് മഴയെ പറ്റിയുള്ള പാട്ടാണെന്ന്, പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ്. നിലാമഴ എന്ന് പറഞ്ഞാൽ നിലാവിന്റെ മഴയാണ്. അപ്പൊ അതാണ്. എന്നാലും അതില് മഴയുണ്ട്. അതിന്റെ വിഷ്വൽസിലെല്ലാം മഴയുണ്ട്. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഡ്രസ്സ് മേടിച്ചെന്നത് ഇറ്റലിയിലുള്ള മഞ്ജു ആന്റിയാണ്. മഞ്ജു ആന്റിക്കും കുടുംബത്തിനും ഒരു ഹായ് കൊടുക്കണേ. ഇറ്റലിയിലുള്ള മഞ്ജു ആന്റിക്കും കുടുംബത്തിനും. പിന്നെ കണ്ണൂരുള്ള രേഖ ആന്റിക്കും കുടുംബത്തിനും ഒരു ഹായ്. പിന്നെ സാറേ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഹായ് പറയാനുണ്ടോ? അല്ല, എനിക്ക് ചിത്രമ്മേനെ കാണണമെന്നും അനുഗ്രഹം മേടിക്കണമെന്നും വലിയ ആഗ്രഹമുണ്ട്. ചിത്ര ചേച്ചി ഇപ്പൊ അവിടെ UK-ലായിരിക്കും, ഡബ്ലിൻ. ഇന്ന് ഡബ്ലിൻ ഷോ ആണ്, മോഹൻലാൽ ഷോ. ചേച്ചി തിരിച്ചു വരുമ്പോ പറയാട്ടോ, ചേച്ചിയോട് പറയാട്ടോ. അപ്പൊ നമുക്ക് കുഞ്ഞിനെ കാണാം, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ, ചേച്ചി സമ്മതിക്കുമെങ്കിൽ. ഓക്കെ റൈറ്റ്. അപ്പൊ പാടിക്കോ. ഹാപ്പി അല്ലേ? യെസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ശിവകാമി കുട്ടി. താങ്ക് യു.
വാട്ട് എ മൊമെന്റ്. വാട്ട് എ മൊമെന്റ്. താങ്ക് യു. ഇത് 2 മച്ചല്ല 3 മച്ചല്ല 5 മച്ചല്ല 10 മച്ചല്ല 100 അയ്യോ. മച്ചാണ്. വേറെ ലെവൽ ശിവകാമി കുട്ടി. താങ്ക് യു. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ. 10 വയസ്സ്. വയസ്സില് ടേക്കിംഗ് കെയർ ഓഫ് ദിസ് സോങ്. ഒരു കുഞ്ഞിനെ പോലെ ഈ പാട്ട് എടുത്തുകൊണ്ട് നടക്കുക, അതിനെ വേറെ വേറെ ഹൈറ്റ്സിൽ എത്തിക്കുക, പുതിയ ലോകങ്ങൾ ഈ പാട്ടിനുണ്ടെന്ന് കമ്പോസറായിട്ടുള്ള എനിക്ക് പോലും കാണിച്ചു തരിക, അല്ലേ?
അത് Yes. ഇതുപോലെ വേറെ ആരെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കിങ്ങനെ ലൈവ് പെർഫോമൻസിൽ ഈ പാട്ട് ഇത്രയും ഉഗ്രനായിട്ട് വേറെ ആരെങ്കിലും പാടി കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ മകളുടെ ഒരു ജേണി എന്ന് പറയുന്നത്. സ്പീച്ച്ലെസ് എന്ന് പറയില്ലേ, അതാണ് ആ രീതിയിലേക്കാണ് ഇത് പാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ പാറുകുട്ടി കലക്കി. പിന്നെ വെറുതെ തുറന്നു തന്നു നീ അല്ലേ, അതിൽ എക്സ്പ്രഷൻ ഉണ്ട് ഉണ്ണിച്ചേട്ടാ. വെറുതെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ മാത്രം ആ വെറുതെ എന്നുള്ള വാക്കിന് മാത്രം ഒരു എക്സ്പ്രഷൻ. അവിടെ ഒന്ന് മോഡുലേറ്റ് ചെയ്ത് ഒന്ന് ലോ ആക്കി, തുറന്നു തന്നതിൽ ഒന്ന് പ്രഭയാക്കി, അതാണ്. അപ്പൊ തുറന്നു വന്നു എന്നുള്ളതാണ്. അല്ല, ആ ഓരോ വേർഡിന്റെയും ഒരു എക്സാക്ട് നുവാൻസസ് കുട്ടനെ എങ്ങനെ പഠിപ്പിക്കാൻ എനിക്കറിയാം. അത് മുഴുവനും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൂടെ അല്ലേ? ഒരു സാധനം പോലും വിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് അതിശയാണ് ഇതെങ്ങനെ എങ്ങനെയുള്ള കാര്യമാണ് ഇതെങ്ങനെ കൺസീവ് ചെയ്യുന്നത്. ഒരു പാട്ട് കൺസീവ് ചെയ്യാം. ഇപ്പൊ മെച്യൂരിറ്റി കൊണ്ട് ഒരുപാട് പാട്ടുകളൊക്കെ പാടി വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് പറയുമ്പോഴത്തേക്കും മനസ്സിലാവും അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അവർ പാടുന്നു. അപ്പോൾ ടാലന്റ് എന്നുള്ളത് ഈ ഇൻകോർപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒക്കെ ആ കോർപ്പറേറ്റ് മൂവ്മെന്റിനൊക്കെ അപ്പുറമാണത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നാച്ചുറൽ, ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ് ഉള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ടാലന്റ് ആണ് നമ്മുടെ ശിവഗാമി കുഞ്ഞ്. ടാലന്റ് ഇൻ അബണ്ടൻസ്. ടാലന്റ് ഇൻ എ നട്ട്ഷെൽ. അതാണ്. പൊടിയടപ്പി പോലെ ഉള്ളൂ അല്ലേ, പക്ഷെ പാടുന്നത് അങ്ങനെയല്ല അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ചിത്ര ചേച്ചി കേൾക്കേണ്ട ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ചേച്ചിക്ക് ഞാൻ അയച്ചു കൊടുത്തു നോക്കാം ഇതിന് ടെലികാസ്റ്റ് കഴിയുമ്പോഴത്തേക്കും. എന്നിട്ട് ചേച്ചി എടുത്ത് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം ചേച്ചിക്ക് എപ്പോഴെങ്കിലും സമയമുണ്ടോ നമ്മുടെ കുഞ്ഞിനെ. സുജു അല്ലേ പാടിയിട്ടുള്ളത്? നമുക്ക് സുജു ചേച്ചിക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടുപേരടുത്ത് ചോദിക്കാം കാണാൻ പറ്റുമെന്ന്. ഇപ്പൊ രണ്ടുപേരും കൂടെ കാണണ്ടേ. ഇപ്പൊ ഈ മേലെ മാനത്തെ ഈശോ എന്ന് പറഞ്ഞ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശ്രേയക്കുട്ടി പാടുമ്പോഴത്തേക്കും സുജു ചേച്ചിയും ചിത്ര ചേച്ചിയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയില്. അപ്പൊ ശ്രേയക്കുട്ടിയെ പോലെ അടുത്ത ലെവലിലേക്ക് ഇനി പോകട്ടെ അല്ലേ. അപ്പൊ രണ്ടുപേരും കൂടെ വന്ന് അനുമോദിക്കട്ടെ, അത്തരം മോമെന്റ്സ് ഉണ്ടാവട്ടെ എന്റെ കുഞ്ഞെ കേട്ടോ. അങ്കിള് ഭയങ്കര സന്തോഷമായിട്ടോ. ശരിക്കും ഗിരീഷ് സാർ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഉറപ്പായിട്ടും കേൾക്കേണ്ടത്. ഗിരീഷ് ചേട്ടൻ ഇപ്പൊ ഓടി വന്ന് കെട്ടിപ്പിടിച്ചാണ്. ആ ഗോൾഡൻ പേന തന്നേനെ. എന്നിട്ട് ഗിരീഷ് ചേട്ടൻ പറഞ്ഞേ നീ എന്തോന്ന് മ്യൂസിക് ഈ കുട്ടി പാടി സൂപ്പർ ആക്കി. അപ്പൊ ഗിരീഷ് ചേട്ടനെ ഓർക്കാണ്. ആ ഗിരീഷ് ചേട്ടന്റെ അനുഗ്രഹങ്ങളും കൂടി മകൾക്ക് ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും. I am short of words. So emotional. Full focus was on that song. അത് ഒരു സ്ഥലത്ത് പോലും തെറ്റാതെ, ഒരു സ്ഥലത്ത് പോലും ഒരു ശ്രുതി പിഴയ്ക്കാതെ ഭംഗിയായി അവതരിപ്പിച്ചു. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. അതിൽ കൂടുതൽ ഈ മോളെയൊക്കെ പരിചയപ്പെട്ടത് വലിയൊരു സന്തോഷം. ശിവഗാമി കുഞ്ഞേ ഞാൻ ഇങ്ങനെ നിക്ക എഴുന്നേറ്റ്. അതൊക്കെ ശരിക്കും ഡിവൈനാണ്. ശരിക്കും ഗിഫ്റ്റഡ് ആണ്, ഡിവൈൻ ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് പല ആൾക്കാരും ഞാൻ ചില മെസ്സേജസ് കാണാറുണ്ട്. അപ്പൊ അതിൽ അവർ പറയുന്നുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ പുകഴ്ത്തുന്നു. ഇതൊന്നും പുകഴ്ത്തല്ല, സത്യമായിട്ടുള്ള കാര്യം സത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുത്തേ പറ്റൂ. അത് ആ ടാലന്റിനുള്ള ഗിഫ്റ്റ് ആണ്. ആ ടാലന്റ് ആണ് അത്. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നുമല്ല. അത് ഇറ്റ്സ് ടാലന്റ്. കാരണം ആ മോഡുലേഷൻ, ഡൈനാമിക്സ്, ആ വരിയുടെ അർത്ഥം അറിയാം, അത് പാടുക, അത് ഈ പ്രായത്തിൽ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹാറ്റ്സ് ഓഫ് ശിവഗാമി കുട്ടി. മിടുക്കി. ഓൾസോ ഹമ്മിങ് പാടിയ മോള്. അമൃതം പോലെ കോറസ്
എല്ലാരും കൂടെ ചേർന്ന് ഒരൊറ്റ വോയിസ്. ദാറ്റ്സ് ഗ്രേറ്റ്. യാ, ഇനി പറയാൻ പോകുന്നത് ഒരു അമ്മയെ കുറിച്ചാണ്. ചോറ്റാനിക്കരയാണ് അമ്മയുടെ വീട്. അമ്മ ശിവകാമി കുഞ്ഞിന്റെ പാട്ട് കേട്ട് 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 അതിന്റെ മധുരം ഇങ്ങനെ അറിഞ്ഞ് ഇവിടെ വരണമെന്നും നമ്മുടെ ശിവകാമി കുഞ്ഞിന്റെ പാട്ട് നേരിട്ട് കേൾക്കണമെന്നും സമ്മാനങ്ങൾ തരണമെന്നും ആഗ്രഹിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, അങ്ങോട്ട് നോക്കൂ. കണ്ടിട്ടുണ്ടോ? അമ്മയെ കണ്ടോ? അപ്പൊ അമ്മ വെൽക്കം. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന വേശു കിളിമകളെ. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന വേശു കിളിമകളെ. അമ്മയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് അമ്മയ്ക്ക് ഇഷ്ടമാണ് ശിവകാമി കുഞ്ഞിനെ. കേട്ടോ, ഒന്നല്ല 2 ഗിഫ്റ്റ്സ് ഉണ്ട്. മോളുടെ പാട്ട് കേട്ടിട്ടാണ് എനിക്ക് വരണം എന്നൊരു ആഗ്രഹം തോന്നിയത്. അങ്ങനെ ഞാൻ വന്നു, മോളെ കണ്ടു, എനിക്ക് വളരെ സന്തോഷം. വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന വേശു കിളിമകളെ. ടിവിയിൽ കേൾക്കുന്ന പോലെ തന്നെ ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. മോളുടെ പാട്ട് ഞാൻ എന്നും കേൾക്കാറുണ്ട്. കാണണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ്. ഈ പറയണു. ആഹാ. അപ്പൊ ഞങ്ങക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അതെ, അപ്പൊ അമ്മയുടെ പ്രസൻസ് തന്നെ നമുക്ക് മാർക്കും കൊടുക്കാം. ആ മഴയും പെയ്ക്കാൻ തോന്നുന്നു അതെ. അല്ലേ? ശിവകാമി കുട്ടി going to be awarded 100 out of 100 plus 5 stars today. വരട്ടെ ഒരു മധുരമഴ. ഞാൻ ഇവിടെ എഡിറ്റിൽ ജോലി ചെയ്യുന്ന രഞ്ജിത്തിന്റെ അമ്മയാണ്. മോനാണ്, രഞ്ജിത്തിന്റെ മോനാണ്. അപ്പൊ ഞങ്ങള് അടുത്തടുത്താണ് വീട്. ചേച്ചി കുറെ നാൾ കുഞ്ഞ് പാടാൻ തുടങ്ങിയ നാള് മുതൽ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ കാണണം, കുഞ്ഞിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, നേരിട്ട് പാട്ട് കേൾക്കണം. അങ്ങനെ ഈ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ അടുത്ത് എപ്പോഴും പറയും. അങ്ങനെ മോനെ വിളിച്ചു, അവനോട് പറഞ്ഞു കുഞ്ഞിന്റെ പാട്ട് എപ്പോഴാണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം, കുഞ്ഞിന്റെ അടുത്തൊന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോകെ പോകെ അവൻ ഇന്ന് ചേച്ചിയെ വിവരം അറിയിച്ചു, ഇന്ന് പാട്ടുണ്ട്, 1 മണിക്ക് ശേഷം വരണം, കുഞ്ഞിനെ കാണാം എന്ന്. ആ ആഗ്രഹം നടന്നു ആഗ്രഹം. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്കും അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞു. അല്ല, രഞ്ജിത്തിന്റെ അമ്മയല്ലേ? രഞ്ജിത്ത് നമ്മുടെ ചങ്കല്ലേ? അതെ അതെ. അപ്പൊ വളരെ സന്തോഷമാണ് എല്ലാവരും കാണാൻ, പ്രത്യേകിച്ചും അമ്മയെ കാണാനായിട്ട്. വളരെ രഞ്ജിത്തിന്റെ അമ്മ, അതുപോലെ സഹോദരി, മോൻ, എല്ലാവരും വന്നിരിക്കുന്നു. അപ്പൊ ദിസ് എ വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ്. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 അമ്മയെ കണ്ടത് പ്രത്യേകിച്ചും വളരെ സന്തോഷം. അമ്മയുടെ കണ്ണ് നിറഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്കത് സഹിക്കാൻ പറ്റുന്നത്. കാരണം എത്രയധികം സ്നേഹമാണ് അമ്മ നമ്മുടെ കുഞ്ഞിനോട് ഉള്ളത്. അത്ര ഉള്ളിൽ വെക്കുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് കണ്ണ് നിറയുന്നത് എന്നുള്ളത്. ഇപ്പോഴും അമ്മയ്ക്ക് അത് നിർത്താൻ പറ്റുന്നില്ല എന്നുള്ള ആ സ്നേഹത്തിന്റെ. അപ്പോൾ അതാണ് അമ്മയുടെ മനസ്സിലൊക്കെയുള്ള സ്നേഹം എന്ന് പറഞ്ഞൊരു കടല് പോലെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ആ കടല് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. താങ്ക് യു അമ്മേ, ഒത്തിരി സ്നേഹം അമ്മയ്ക്കും. നമ്മുടെ ശിവകാമി കുഞ്ഞ് അങ്ങനെ മുന്നോട്ടുള്ള ജേർണി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിവകാമിയെ തോപ്പിക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ശിവകാമി കുട്ടിയാണ്. MJ അങ്കിൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അമ്മ കൊടുക്കാം. അതെ, ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം, ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് ഒരു സ്റ്റൈലിഷ്. സന്തോഷായി, ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. ഒരുപാട് നല്ല നല്ല പാട്ടുകളും നല്ല നല്ല പാട്ടുകാരും ഒക്കെ ആയിട്ട്. നമ്മുടെ പ്രേക്ഷകർ ഉറപ്പുവരുത്തുക, കുട്ടിപ്പാട്ടുകാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും QR കോഡൊക്കെ സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം കേട്ടോ. ഇന്ന് തൽക്കാലത്തേക്ക് എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.